ഹലോ എവ്രി വൺ. ഇന്ന് ഛാവ എന്ന ഹിന്ദി മൂവിയെ പറ്റിയുള്ള മൈ ഒപ്പീനിയനാണ്. ഈ ഛാവ എന്നുള്ള പടം ഇറങ്ങിയതോ ഇതിൻ്റെ ട്രെയിലറോ ഒരു കാര്യങ്ങളും ഇന്നാൾ വരെ എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ റിവ്യൂസൊക്കെ കേട്ടിട്ട് ഭയങ്കര സംഭവമാണ് പടം എന്നുള്ള രീതിയിൽ ഒരുപാട് ഒപ്പീനിയൻ വന്ന് അങ്ങനെ ഓൺലൈനിലൂടെയാണ് അറിഞ്ഞത്. പൊതുവേ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എല്ലാ സിനിമയെ പറ്റിയും എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അറിഞ്ഞു വെക്കും എന്നൊക്കെയുള്ളത്. പക്ഷേ അത് മാറിക്കിട്ടി. നമ്മളറിയാത്ത എന്തോരം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു, പ്രത്യേകിച്ചും സിനിമാ ലോകത്ത്. അപ്പോൾ ഇന്ന് ഛാവയുടെ വിശേഷങ്ങളാണ്. ഛാവ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സിംഹക്കുട്ടി. അതങ്ങനെ സിനിമ നടന്നുകൊണ്ട് എപ്പോഴും ഒരു സബ് ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴാണ് ലയൺ കബ് അങ്ങനെയാണ് എഴുതി കാണിച്ചത്. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാവുന്നത്. ഒരു ഐഡിയ ഇല്ലാതെ സിനിമയ്ക്ക് പോയി. പക്ഷേ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് തന്നെ ഇത് ഛത്രപതി ശിവജിയുടെ കഥയാണെന്നാണ്. പിന്നാണ് മനസ്സിലായത് ഛത്രപതി മഹാരാജാവ് മകൻ സംഭാജിയുടെ കഥയാണ്. സംഭാജി മഹാരാജാവായിട്ട് വിക്കി കൗശൽ, പ്രിയ പത്നിയായിട്ട് രശ്മിക മന്ദാന. പുള്ളിക്കാരി വെറുപ്പിച്ചിട്ടില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ വലം കൈ ആയിട്ട് അഷ്തോഷ് റാണ. അഷ്തോഷ് റാണയൊക്കെ അടിപൊളി ആർട്ടിസ്റ്റാണ്. പുള്ളിക്ക് ഈ റോളൊന്നും വലിയ സംഭവമേ അല്ല. പുള്ളിയുടെ ഒരു സംഘർഷം അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞിട്ട് അക്ഷയ് കുമാറിന് ഓപ്പോസിറ്റായിട്ട് പുള്ളി ഒരു വില്ലനായിട്ടൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീവേഷമൊക്കെ കെട്ടി പുള്ളി ലാസ്റ്റിൽ വരും. പ്രീതിസിൻ്റെ പോലീസ് ഓഫീസറാണ്. പുള്ളിക്കാരിയെ പറപ്പിച്ച് എയർ കയറ്റി പുള്ളി. അതൊക്കെ പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പുള്ളിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആ റോളാണ് എപ്പോഴും വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സംഘർഷം എന്നുള്ള മൂവിയാണ്. ഓക്കെ, ബാക്ക് ടു ദ മൂവി ഛാവ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഔറംഗസേബ് മുഗൾ പടയുമായിട്ട് വന്നിട്ട് അവർ ഇന്ത്യ മൊത്തം കീഴടക്കുകയും മറാഠികളുടെ മണ്ണിലേക്ക് വരികയും ഇവരെ കീഴടക്കാൻ ശ്രമിക്കുകയും ഇവരുടെ വീരം ധീരത എല്ലാം കൊണ്ട് ഇവർ പിടിച്ചു നിൽക്കുകയും തിരിച്ചടിക്കുകയും അപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ള ചതി എല്ലാം കൂടെ വന്നിട്ട് ഇവർ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി ചരിത്രത്തിൽ നമുക്കറിയാവുന്ന കഥ തന്നെയാണ്. അപ്പോൾ ഛത്രപതി ശിവജി എന്തായിരുന്നു മറാഠികൾക്കെന്നുള്ളതിൻ്റെ ഒരു വലിയ ഇതാണിപ്പോൾ നമ്മൾ തിയേറ്റേഴ്സിൽ കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ നിന്നിട്ട് അവരങ്ങ് എന്താ പറയുക, ഭയങ്കര വികാരധീനമായിട്ടാണ് തിയേറ്ററിൽ അവരുടെ ഒരു ഔട്ട് ബേസ്റ്റ് വരുന്നത്. എനിക്കതിലൊന്നും റോങ് ആയിട്ട് തോന്നുന്നില്ല, ഒന്നും മോശമായിട്ടല്ലല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇടയിൽ ഇവരെ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോഴും ലാലേട്ടനും മമ്മൂട്ടിയും പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ എമ്പുരാനെതിരെ ഇപ്പോഴേ പോസ്റ്റേഴ്സ് ഒരുക്കി കഴിഞ്ഞു, അത് ഫ്ലോപ്പാവുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലൊരു വികാരത്തിനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ഒരു ഹീറോ അല്ലേ. ഇപ്പം നമ്മൾ ഒരു പക്ഷേ പഴശ്ശിരാജാവിനെയോ വേലുത്തമ്പി ദളവയോ ഒന്നും ഇങ്ങനെ ആഘോഷിക്കാത്തത് പക്ഷേ അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു തെറ്റായിരിക്കില്ലേ. അപ്പോൾ ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിൽ കണ്ടു മറാഠികളെ ഒരു ട്രോൾ മെറ്റീരിയൽ പോലെ പറയുന്നത്. അതിൽ തെറ്റില്ല, അവർ വേറൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ മൊത്തത്തിൽ ഇതൊരു പ്രൊപ്പഗണ്ട മൂവി പോലെയും തോന്നിയില്ല. ഈ മുഗൾ ഇൻവേഷൻസ് ഉണ്ടായിരുന്നു, അതിനെ ചെറുത്ത് നിന്ന് ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ എനിക്കത് കാണാൻ പറ്റുള്ളൂ. ഇതിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഔറംഗസേബായിട്ട് നമ്മുടെ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, അക്ഷയ് ഖന്ന നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ തകർത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അഭിനയം അടിപൊളി അഭിനയം. അതായത് പുള്ളി മേക്ക് ഓവറൊക്കെ ചെയ്ത് ഔറംഗസേബ് വയസ്സായി അക്ബറും മോനെയും കാണിക്കുന്നുണ്ട് ആ പീരീഡിൽ. അപ്പോൾ പുള്ളിയുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ദുപ്പട്ട ഇല്ലാത്ത ചുരിദാറും അതിൻ്റെ ബോട്ടവും, എന്നിട്ട് പുള്ളി ഇങ്ങനെ ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒരു സിംഹാസനത്തിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഗ്രേപ്സ് കഴിക്കും. എന്നിട്ട് മറ്റേ പുലിമുരുകനിലെ മൂപ്പനെ പോലെ പറയും, എനിക്ക് ശിവജിയെ പോലെയോ ശിവജിയുടെ മോനെ പോലെയോ ഒരു മകൻ ഉണ്ടായില്ലല്ലോ, എനിക്ക് പറഞ്ഞതല്ല ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പുള്ളിയുടെ പുറകിലിരുന്ന് കുറേ എണ്ണം ചിരിക്കുന്നുണ്ട്. ആ സീനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറേ എണ്ണം റിയാക്ഷൻ ഇടുന്നുണ്ട്. വേറൊരു താടി വെച്ചൊരു ഊള ഈ പുള്ളിയുടെ പുറകിൽ നിന്നിട്ടങ്ങ് ഈ കലിപ്പ് സിറ്റുവേഷനിൽ ഔറംഗസേബ് കത്തി നിൽക്കുമ്പം ആ പുള്ളി റൊമാൻറ്റിക് എക്സ്പ്രഷൻ ഇടുക. എന്താണ് മച്ചാനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ആ സിനിമയിൽ അതൊക്കെ ഒരു കോമഡിയാണ്. ഓവറോൾ ഇതിനകത്ത് പെർഫോമൻസ്, വിക്കി കൗശൽ ടോപ്പ് നോച്ച് പെർഫോമൻസ്. ഈ ചങ്ങാതി അലറുകയാണ് കേട്ടോ. കങ്കുവയിൽ സൂര്യ അലറുന്ന പോലെ പുള്ളി അലറുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒട്ടും അതൊരു അരോചകമായിട്ട് തോന്നൂല. കാരണം ഇവരുടെ ആ ഒരു സ്പിരിറ്റാണ് കാണിക്കുന്നത്. ഇനി അവർ 25 ലക്ഷം പടയാളികളാണ്, ഇവർ 25,000 പടയാളികളെ ഉള്ളൂ മറാഠികളെങ്കിലും ഇവർ അടിച്ചിടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇവർക്കുണ്ട്. ഇപ്പോൾ സിനിമയിൽ മൊത്തം കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇവർ വളരെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ, പക്ഷേ ഇവരെ ചതിയിലൂടെയാണ് കീഴ്പ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ലാസ്റ്റ് അരമണിക്കൂറൊക്കെ വിക്കി കൗശൽ ഇങ്ങനെ കത്തിക്കയറുന്നുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു അടുത്ത നാഷണൽ അവാർഡും പുള്ളിക്ക് കൊടുക്കും. പക്ഷേ ഇത്തവണ പുള്ളിക്ക് കൊടുത്താൽ ഐ എഗ്രി, എനിക്ക് വിഷമമില്ല.
പോട്ടെ. ഞാൻ ഭ്രമയുഗത്തിന് മമ്മൂക്കയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് ഇറങ്ങിയ വർഷം ഡിഫറെൻ്റ് ആണ്. സ്റ്റിൽ മമ്മൂക്ക ഹാസ് ഗോട്ട് എ ചാൻസ്. സോറി, സ്ലിപ്പ് ഓഫ് ടങ്. അപ്പോൾ നോക്കാം, അത് നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും ടോപ്പിക്കിൽ നിന്ന് പോയി. അപ്പോൾ വിക്കി കൗശൽ ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ പടം ഒരു വലിച്ച് നീട്ടി ഒരു 2.25-3 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു അത്രയും എഴച്ചിൽ കാരണം അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് നല്ല പ്രൊഡക്ഷൻ ചെയ്യാനുള്ള പൈസ, ഫണ്ടിങ് ഉണ്ട്. ഈ പടത്തിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ബാക്കി ഇവരുടെ സ്ട്രാറ്റജിയൊക്കെ ഉണ്ട്. ഇവർ പുറകിൽ കൂടെ വന്നിട്ട് ഇവർ മൊത്തത്തിൽ ഛത്രപതി ശിവജി തന്നെ ഒരു ഗൊറില്ല അറ്റാക്ക് ആണല്ലോ പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ചരിത്രത്തിൽ പറയുന്നത്. അപ്പം അത് തന്നെയാണ് മകനും കാണിക്കുന്നത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഒട്ടും എഫക്റ്റീവ് അല്ല, ഒട്ടും ഒരു വിശ്വസനീയതയോടെ അല്ല എടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ബഡ്ജറ്റൊക്കെ നമ്മുടെ ARMന് കിട്ടിയിരുന്നത് നമ്മളിത് വേറെ ലെവലാക്കി വെച്ചിരുന്നെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ഒറ്റ പ്രശ്നമുള്ള ഒരു ബഡ്ജറ്റ് ഇഷ്യൂ ആണ്. ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നതാണ് ഈ പടത്തിലെ പെർഫോമൻസ് അടിപൊളിയാണ്, പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് വളരെ അമച്ചറിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് സ്റ്റിൽ ഈ പടം ഡെഫിനറ്റ്ലി വി ക്യാൻ വാച്ച് ഓൺ തിയേറ്റേഴ്സ് ഓൺലി ബിക്കോസ് ഓഫ് വിക്കി കൗശൽ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് AR റഹ്മാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഛാവ മൂവിയെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ്.